നമ്മൾ ഇതുവരെ വളരെ സീക്രട്ട് ആയിട്ടുള്ള ബട്ടർഫ്ലൈ ബീച്ചും അതുപോലെ തന്നെ സൈലൻ്റ് ആയിട്ടുള്ള പാലോലം ബീച്ചെല്ലാം കണ്ടു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മഡ്ഗോവയിലേക്കും അവിടെ നിന്ന് പനാജിയിലേക്കുമാണ്. ഭയങ്കര ഹെറിറ്റേജ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പള്ളികളും പിന്നെ കളർഫുൾ ആയിട്ടുള്ള 31st ജാനുവരി സ്ട്രീറ്റൊക്കെ ഉണ്ട്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് ഇന്നത്തെ പ്ലാന്. മഡ്ഗോവ സ്റ്റാൻഡിലെത്തി. ഒരു പഴയ ബസ് സ്റ്റാൻഡ്, എല്ലാം പഴയ കുറേ ബസ്സുകളും. പക്ഷേ നമുക്കിവിടെ അനൗൺസ്മെൻ്റ് എല്ലാം നല്ല അടിപൊളി ഇംഗ്ലീഷിലൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇനി പനാജിയിലേക്കുള്ള ബസ് കണ്ടുപിടിക്കണം. പനാജിയിലേക്കുള്ള കുട്ടി ബസ് കയറിയപ്പോൾ ഞങ്ങൾ സുവാരിപ്പുഴ കടന്നു. നല്ല രസമുള്ള പാലമൊക്കെ ആയിട്ട്. ഗോവയിലെ ഏറ്റവും നീളം കൂടിയൊരു നദിയാണ് ഈ സുവാരി എന്ന് പറയുന്നത്. മണ്ടോവി റിവർ കഴിഞ്ഞാൽ ഇത് ഗോവയുടെ ഒരു ലൈഫ് ലൈൻ തന്നെയാണ്. പനാജി നഗരം ആ ഒരു ക്യാപിറ്റലിൻ്റെ പ്രൗഢിയെല്ലാം കാണിക്കുന്നുണ്ട്. ഭയങ്കര നീറ്റായിട്ട് ഭയങ്കര രസമായിട്ട് തന്നെ പനാജി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ ഒരു ക്യാപിറ്റൽ സിറ്റിയിൽ എത്തിയതിൻ്റെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ദൂരെ ഇമ്മാക്കുലേറ്റ് ചർച്ച് കിടക്കുന്നുണ്ട്. ഗോവയിലെ തന്നെ വളരെ പഴയൊരു ചർച്ചാണ്. 1541 പണി കഴിപ്പിച്ച ഈ ചർച്ചും നമ്മൾ ദൂരെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പള്ളിമണി കാണാമല്ലോ. അത് ഏകദേശം 2250 കിലോ വെയിറ്റുള്ള ഗോവയിലെ തന്നെ രണ്ടാമത്തെ ഒരു പള്ളിമണിയൊക്കെയാണ്. ഗോവയുടെ ഒരു ചരിത്രത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചർച്ചാണ്. അപ്പോൾ അതിലേക്കൊന്ന് കയറാം. ഒരു സിക്സാക് സ്റ്റൈലിൽ നമുക്കിങ്ങനെ കയറണം ഇതിലേക്ക്. ഒരു സാധാ പള്ളി പോലല്ല, ഇതൊരു ബാറക് സ്റ്റൈൽ ആർക്കിടെക്റ്റൊക്കെ എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും 78 പടികൾ ചവിട്ടിയിട്ടാണ് നമ്മളതിൻ്റെ മേലെ എത്തുന്നത്. ഈ പള്ളി എനിക്ക് പരിചയം എന്ന് പറഞ്ഞാൽ നമ്മൾ പല സിനിമകളും, പ്രത്യേകിച്ച് പല ഗോവൻ ബേസ്ഡ് ഹിന്ദി സിനിമകളിലെല്ലാം ഈ പള്ളിയുടെ ഒരു ചെറിയ ഷോട്ടെങ്കിലും ഉണ്ടാവും. ചെറിയൊരു കുന്ന് കയറിയ പ്രതീതിയാണ് ഇതിൻ്റെ മുകളിലെത്തുമ്പോൾ. എന്നിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പഴയ കാലഘട്ടമൊക്കെ ഊഹിക്കാം. അതായത് ലിസ്ബണിൽ നിന്ന് പണ്ട് പോർച്ചുഗീസുകാർ വന്ന കപ്പൽ ആദ്യം നിർത്തുന്നത് ഇവിടെയാണ്. മണ്ടോവി റിവറിലെത്തിയിട്ട് ഈ പനാജിയിൽ വന്ന് ഈ പള്ളിയിലൊക്കെ എത്തിയതിന് ശേഷമാണ് അവർ ഇല എന്ന് പറയുന്ന ഓൾഡ് ഗോവയിലേക്കൊക്കെ പോകുന്നത്. എന്തായാലും പഴമയുടെ രസം ഒട്ടും കളയാതെ തന്നെ നന്നായിട്ട് ഈ പള്ളി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നടക്കാനും നല്ല രസമാണ്. മാത്രമല്ല ഇതിൻ്റെ പടികളൊന്നും തേക്കുക സിമെൻറ്റ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ആ വെള്ള കളറും നീല കളറും ഒക്കെ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പള്ളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു ചേച്ചി ടിങ്കുവിനടുത്ത് മാല വാങ്ങി വിൽക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും വളരെ കഷ്ടപ്പെട്ട് ടിങ്കു അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ പള്ളിയുടെ പുറകിൽ അധികം ആരും കാണാത്തൊരു സ്ഥലമാണ് ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്നത്, 31st ജാനുവരി സ്ട്രീറ്റ്. നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ കഫേസ്, റെസ്റ്റോറൻറ്റ്സ് എല്ലാത്തിനും ഒരു 100 വർഷത്തിന് മേലേക്ക് പഴക്കമുണ്ട്. അങ്ങനത്തെ ബിൽഡിങ്ങുകളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ലിറ്റിൽ യൂറോപ്പ് ഫീൽ ചെയ്യും. ഇതിനൊരു ഹിസ്റ്ററി അങ്ങനെ തന്നെയാണ്.
അതായത് കോളറ പോലത്തെ പാൻഡമിക് എല്ലാം ഉണ്ടായ ഒരു സമയത്ത് ഈ ഗോവൻസ് അവർ തീരുമാനിച്ചു ഓൾഡ് ഗോവയിൽ നിന്ന് അവരെ ക്യാപിറ്റൽ ഇങ്ങോട്ട് മാറ്റാമെന്ന്. അങ്ങനെ പഞ്ചിമിൽ അവരുണ്ടാക്കിയ ഒരു സ്ട്രീറ്റാണിത്. ഫൊണ്ടൈനാസ് എന്ന് പണ്ടത്തെ പേരിലുള്ള ഈ ഒരു സ്ഥലത്ത് പഴയ വില്ലകൾ, അതേപോലെ ഭയങ്കര രസമുള്ള ബാൽക്കണികൾ, അതും ഈ പേൽ യെല്ലോ ബ്ലൂ കളറുകളൊക്കെയാണ് ആ ഒരു ഇതിലുണ്ടാക്കിയ ഒരു സ്ട്രീറ്റ്. പഴയ പോർച്ചുഗീസുകാർ അവരുടെ ലാറ്റിൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയ വീടുകളാണിത്. അൾട്ടിനോ എന്ന് പറയുന്ന ഒരു കുന്നിൻ്റെ താഴ്വരയിലെ തെങ്ങിൻ തോപ്പാണ് ഇങ്ങനായി മാറിയത്. ഈ സ്ഥലത്ത് എത്താനായിട്ട് 31 ജനുവരി സ്ട്രീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറഞ്ഞു തരും. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, 31 ജനുവരി സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഹിസ്റ്ററി ഭയങ്കര രസമാണ്. അതായത് പോർച്ചുഗലിൽ സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഓർമ്മയ്ക്ക് ഇവർ ഈ സ്ട്രീറ്റിന് ആ പേരിട്ടു. ശരിക്കും ഇതിൻ്റെ പേരെന്ന് പറയുന്നത് റുവ 31 ഡി ജനീറ എന്നൊക്കെയാണ്. അതായത് ജനുവരി 31, 1940 നമുക്ക് പോർച്ചുഗലിന് സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ ഗോവ പോർച്ചുഗീസ് ആയതുകൊണ്ട് അതിൻ്റെ പേരിലാണ് ഈ സ്ട്രീറ്റിൻ്റെ പേര് അറിയപ്പെടുന്നത്. ഇപ്പോഴും 31 ജനുവരി സ്ട്രീറ്റ് എന്നാണ് ഇത് പറയുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, അന്ന് പോർച്ചുഗീസ് ഭരണകാലത്ത് ഈ സ്ട്രീറ്റിൽ എല്ലാ മഴക്കാലത്തിന് ശേഷവും പെയിൻ്റ് അടിക്കണം എന്നൊരു നിയമം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് പിന്തുടരുന്നു എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. അതായത് ഇപ്പോഴും മഴക്കാലം കഴിഞ്ഞാൽ ഇവർ പെയിൻ്റെല്ലാം അടിച്ചിട്ട് ഈ സ്ട്രീറ്റ് ഇങ്ങനെ മനോഹരമായിട്ട് സൂക്ഷിക്കും. നമ്മൾ ഫോട്ടോ വെച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിലും മറ്റൊരു പോർച്ചുഗീസ് യൂറോപ്യൻ എക്സ്പീരിയൻസ് ശരിക്കും ഇവിടെ കിട്ടും. പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ ബാൽക്കണികളും അതിൻ്റെ പുറത്തേക്കുള്ള ആർച്ചും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഈ 31 ജനുവരി സ്ട്രീറ്റ്. പിന്നെ ഇത് 1984 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററിൻ്റെ പട്ടികയിലും പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ സ്ട്രീറ്റും കഴിഞ്ഞ് പനാജിയിലെ ചെറിയ പാലവും പോസ്റ്റ് ഓഫീസും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി ഓൾഡ് ഗോവയിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് 9 കിലോമീറ്ററാണ് ഓൾഡ് ഗോവയിലേക്ക്. വെൽഹ എന്ന് പറയുന്ന ബസ് കണ്ടുപിടിച്ചിട്ട് വേണം അങ്ങോട്ട് കയറാൻ. ഈ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പഴയ പള്ളികളും പൊളിഞ്ഞ് നിൽക്കുന്ന കുറേ ബിൽഡിങ്ങുകളെല്ലാം സൈഡിലൂടെ പെട്ടെന്ന് കാണാം. ഞങ്ങൾ ബോം ജീസസ് ചർച്ചാണ് മുന്നിൽ കാണുന്നത്. നമ്മൾ ബോം ജീസസ് ചർച്ചിൻ്റെ മുന്നിലെത്തി. ഇത് ഇന്ത്യയിലെ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഭയങ്കര ഹിസ്റ്ററിയാണ്. ലോകത്തിലെ തന്നെ ഓൾഡസ്റ്റ് ചർച്ചിലൊന്നാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ഒക്കെ ആയിട്ടുള്ള ഇത് ഇപ്പോഴും ആ പഴമ നിലനിർത്തിയിട്ടുണ്ട്. ആ ചെങ്കല്ലിൽ ഇങ്ങനെ ഈ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് അതിൻ്റെ അകത്തേക്ക് പോയി. ഇതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി ബാൻഡാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, സെൻറ്റ് സേവിയർ ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിശുദ്ധൻ്റെ ബോഡി ആ ചർച്ചിൻ്റെ അകത്തുണ്ട്. എല്ലാ 10 വർഷം കൂടുമ്പോഴും ആ ബോഡി പൊതുദർശനത്തിനായിട്ട് വെക്കും. ഇദ്ദേഹം മരിച്ച അപ്പം എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇപ്പോഴും നിൽക്കുന്നതെന്നാണ് എല്ലാവരും വിശ്വാസം. നമുക്കതിൻ്റെ ആ ഒരു ടോംബ്, കല്ലറയും അദ്ദേഹത്തിൻ്റെ ബോഡി കിടക്കുന്നതൊക്കെ അതിൻ്റെ അകത്ത് കാണാം, അതിൽ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ വെച്ചിട്ട്. സെൻറ്റ് സേവിയർ സെയിൻറ്റ് മലാക്കയിൽ വെച്ചിട്ടാണ് മരണപ്പെട്ടത്. മലാക്ക മലേഷ്യയിലുള്ള ഒരു പോർച്ചുഗീസ് കോളനിയാണ്. വിശുദ്ധൻ മരണപ്പെട്ടതിന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ബോഡി ഗോവയിലേക്ക് കൊണ്ടുവന്നത്. കാരണം അന്നത്തെ ഒരു പോർച്ചുഗീസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഗോവയാണ്. ഇപ്പോഴും ഇത് എല്ലാവർക്കും തുറന്നു കൊടുക്കും. ലാസ്റ്റ് 2014 ഈ ബോഡി സന്ദർശനത്തിനായിട്ട് വെച്ചത്. ഇനിയിപ്പോൾ 10 വർഷം കഴിഞ്ഞ് 2024 വീണ്ടും വെക്കും. അപ്പോൾ കുറേ വിശ്വാസികളൊക്കെ ഇത് വന്ന് കാണാറുണ്ട്. ഞങ്ങളത് കണ്ടു, ജസ്റ്റ് ദൂരെ നിന്ന് കുറേ പേര് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിലേക്ക് പോകാണ്ട് ഞങ്ങളവിടെ ഒരു ചെറിയ ദക്ഷിണുണ്ട്. അതായത് ഇവിടെ കയറി വരുന്നവർക്കെല്ലാം ഒരു മഞ്ഞ ചെട്ടിപ്പൂവും ഒരു ചെറിയ വളവുള്ള മെഴുകുതിരിയും കിട്ടും. അതെല്ലാം കത്തിച്ച് പള്ളിയെല്ലാം കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി.
വീണ്ടും പനാജി സിറ്റിയിലേക്ക്. അവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പം നമുക്ക് ഇത് മണ്ടോവി റിവർ ഇങ്ങനെ തിളങ്ങുന്നത് കാണാം. ഗോവയുടെ ഒരു വെയിൻ എന്നൊക്കെ പറയുന്ന ആ റിവർ എന്ന് പറഞ്ഞാൽ ബിജാപ്പൂർ സുൽത്താൻ്റെ കാലത്തേ ഉണ്ടായിട്ടുള്ള ആ ഒരു പുഴ ഇങ്ങനെ വെയിലത്ത് തിളങ്ങുന്നത് കണ്ടിട്ട് ഞങ്ങൾ പനാജി സിറ്റിയിലേക്ക് തിരിച്ചു പോന്നു. ഇനി പോകുന്നത് ആരംബോളിലേക്കാണ്. ആരംബോൾ എന്ന് പറഞ്ഞാൽ ഹിപ്പികളുടെ ഉത്സവം ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. അതും അതിൻ്റെ കാട്ടിൻ്റെ അകത്തുള്ള ചില സ്വാമിമാരെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇനി ആരംബോളിലേക്കാണ് പോകുന്നത്. ആരംബോളിനെ കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.